നിസ്കരിക്കാൻ ഭയങ്കര ഉഷാറായിരിക്കും, പക്ഷേ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അവരെ ജീവിതം സമർപ്പിക്കാനും മാറ്റിവെക്കാനും അവരെ കൊണ്ട് സാധ്യമല്ല. ഇനി ഞാൻ കേട്ടോളൂ, ഞാൻ പറഞ്ഞ നമ്മൾക്ക് ഈ മജ്‌ലിസിൽ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സ്ഥാപനത്തിൽ പഠിച്ച ഒരു പെൺകുട്ടി, ഫർസാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരണപ്പെട്ടു. മരിച്ചത് മുതൽ നിങ്ങൾ എല്ലാവരും ആലോചിച്ചു നോക്കൂ, ആ കുട്ടിക്ക് എത്ര പ്രാർത്ഥന കിട്ടി, ആരൊക്കെയാണ് ആ കുട്ടിക്ക് ദ്വാരുന്നത്? ഈ ഫർസാന എന്ന് പറയുന്ന പൊന്നുമോക്ക് ദുആ ചെയ്തത് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഏറ്റവും വലിയ ആലിമീങ്ങൾ, സമസ്തയുടെ ഏറ്റവും വലിയ ആലിമീങ്ങൾ എല്ലാ പള്ളിയിൽ വെച്ചുകൊണ്ട് മയ്യിത്ത് നിസ്കരിക്കാൻ ആഹ്വാനം കൊടുത്തു. എല്ലാ പള്ളിയിൽ വെച്ച് ദിക്ർ ചൊല്ലി ദുആക്കാൻ പറഞ്ഞു. സമസ്തയുടെ ഒരുപാട് സ്ഥാപനങ്ങൾ ഫദീല സ്ഥാപനത്തിൽ വെച്ചുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടി ദിക്റുകളും ദുആകളും ഖത്മുൽ ഖുർആനുകളും നിരന്തരം ധാരാളം ലഭിച്ചു. എന്തേ കാരണം? സാധാരണ ഒരു +1 +2 പഠിച്ചത് കൊണ്ട് ഈ കുട്ടിക്ക് ഇത് കിട്ടണമെന്നില്ല, കിട്ടുകയില്ല. ഏതെങ്കിലും കിട്ടിയതുണ്ടോ? ഈ കുട്ടിക്ക് സാധാരണ +1 +2 പഠിക്കുന്ന സമയവും ആ കുട്ടി അതിലൂടെ അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ സമയം ചെലവഴിച്ചു. അതിലൂടെ അള്ളാഹുവിന്റെ സാധാരണ SSLC കഴിഞ്ഞ് +1 പഠിക്കണം, +2 പഠിക്കണം. ആ പഠനം പഠിക്കുന്നതോട് കൂടെ തന്നെ ആ കുട്ടി എന്താക്കി? ആ പഠനത്തോട് കൂടെ തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീന് പഠിക്കാൻ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഫദീല എന്ന് പറയുന്ന ബിരുദം അല്ലെങ്കിൽ ആ ഒരു സിലബസ് പഠിക്കാൻ ആ കുട്ടി തീരുമാനിച്ചു. അല്ലെങ്കിൽ ആ കുട്ടിന്റെ ഉമ്മയും മാപ്പയും തീരുമാനമെടുത്തു. അങ്ങനെ ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ചേർത്തു. മരണം എല്ലാവർക്കും ഉള്ളതാ. ആ കുട്ടിക്ക് അള്ളാഹു നിശ്ചയിക്കപ്പെട്ട സമയമെത്തി. പൊന്നുമോള് മരണപ്പെട്ടു പോയപ്പോ ആ കുട്ടിക്ക് വേണ്ടി എന്തെല്ലാം സ്ഥലത്ത്, എവിടെയെല്ലാം, ഏതൊക്കെ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് ആ കുട്ടിക്ക് വേണ്ടി അള്ളാഹുവിനോട് മുഅ്മിനീങ്ങൾ ദുആ ചെയ്തിട്ടുള്ളത്. എത്ര സ്ഥലത്ത് ദുആ, എത്ര ഉസ്താദുമാർ ദുആ, എത്ര ആളുകൾ ദിക്ർ ചൊല്ലി. എന്തേ ആ പൊന്നുമോക്ക് ഇങ്ങനെ കിട്ടാൻ കാരണോ? അള്ളാഹുവിന്റെ ദീന് പഠിക്കാനുള്ള ഒരു തീരുമാനം ആ കുട്ടി എടുത്തു. ഈ സ്ഥാപനത്തിൽ പഠിച്ചത് കൊണ്ടാണ്. ഈ സ്ഥാപനം തന്നെ ഇതുപോലെ സ്ഥാപനത്തിൽ പഠിച്ചത് കൊണ്ടാണ്. ഞാൻ എൻ്റെ ഉപ്പമാരോട് പറയാം, ഞമ്മക്കും മക്കളുണ്ടല്ലോ. SSLC കഴിഞ്ഞ പെൺകുട്ടികളെ നമ്മളിങ്ങനെ നടക്കും. എവിടെ നടക്കുക? ഏതെങ്കിലും ഒരു സ്ഥലത്ത് സീറ്റ് കിട്ടട്ടെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ നടക്കും. രാവും പകലും മൂണും മുറുക്കും വെച്ച് നടന്ന് അവസാനം എവിടെ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ മർജാനെ കൊണ്ടുപോയി ചേർത്ത. ഒരു മനസ്സില്ല, മനസ്സോടെ കൊണ്ടുവന്ന് ചേർത്ത. അങ്ങനെയല്ല, ഇതുപോലെ നടക്കുന്ന ഒരു സ്ഥാപനത്തിൽ, ഞാൻ സ്ഥാപനത്തിന്റെ പേരും കാര്യം പറയുന്നില്ല, ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഈ കൊല്ലം 3 അഡ്മിഷൻ കിട്ടി എന്ന് പറഞ്ഞു. ഞാൻ 3 എന്ന് ചോദിച്ചാൽ പറഞ്ഞു 3 വലിയ സംഭവമാണ് പറഞ്ഞു. 3 വലിയ സംഭവമാണ്. അപ്പൊ എന്തെങ്കിലും പറഞ്ഞു, SSLC പരീക്ഷയ്ക്ക് റിസൾട്ട് കിട്ടിയ ഉടനെ തന്നെ 3 സീറ്റ് കിട്ടുക എന്നത് ഈ 3 കുട്ടികൾ ഒറിജിനൽ അള്ളാഹുവിന്റെ ദീനി പഠിക്കണമെന്ന് നിയ്യത്ത് വെച്ചവരാ അവരുണ്ണിമാർക്കും. ഇനി നമ്മളെ സ്ഥാപനത്തിൽ കുട്ടികൾ വരും. എപ്പോ? എല്ലാ സ്കൂളിന്റെ എല്ലാ കോളേജിന്റെ അഡ്മിഷനും കഴിഞ്ഞ് എവിടെയും സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ കയറി വരും. അവരും ഒന്നോട്ടെ നമ്മൾ എടുക്കും. അങ്ങനെയെങ്കിലൊക്കെ വരട്ടെ, എന്നാൽ നമ്മൾ പഠിപ്പിക്കും. പക്ഷേ ഈ വർഷം 3 കുട്ടികൾ SSLC പരീക്ഷ റിസൾട്ട് വന്ന അന്ന് തന്നെ വിളിച്ചുകൊണ്ട് ബുക്ക് ചെയ്ത് ഞങ്ങൾക്ക് വേണം. ആ കുട്ടികൾ ഇഖ്ലാസുള്ള, ആ കുട്ടികളെ ഉമ്മയും വാപ്പയും ഒറിജിനൽ അള്ളാഹുവിന്റെ ദീനെ പഠിക്കണമെന്ന് ആഗ്രഹിച്ച മക്കളാണ്. ആഗ്രഹിച്ച മക്കളെ ഉമ്മയും വാപ്പയുമാണ്. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളെ മക്കൾക്ക് സത്യത്തില് +1 പഠിപ്പിക്കണം, +2 പഠിക്കണം. അതോടുകൂടെ അവർക്ക് ദീനും കൂടെ കിട്ടുകയാണെങ്കിൽ ലാഭം ഇതല്ലേ? അവർക്ക് ദുനിയാവൊന്നും കുറയുണ്ടോ? ദുനിയാവൊന്നും കുറയുന്നില്ല. എന്നാൽ അതോടുകൂടെ ആഖിറത്തിൽ കിട്ടുന്ന നേട്ടം നോക്കൂ. ഒരു ഉദാഹരണമല്ല, ഈ ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടി മരിച്ചപ്പോൾ കിട്ടിയത് കണ്ടില്ലേ? എന്തേ കിട്ടാൻ കാരണം? വേറെ ഒന്നുമല്ല, വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതിയാൽ കിട്ടുന്ന ഒന്നല്ല ആഖിറത്തേക്കുള്ള നന്മ. അത് അല്ലാഹു തആല തോന്നിപ്പിച്ചു കൊടുക്കുക തന്നെ വേണം. അല്ലാഹു തആല തോന്നിപ്പിച്ചു കൊടുക്കണം. ഫർസാനക്ക് ദുആപ്പിക്കണമെന്ന് ഓരോ നേതാക്കന്മാരും ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ
ഒരുപാട് പള്ളികളിൽ എത്ര പള്ളികളിൽ ഇപ്പൊ കരിപ്പൂരുള്ള എന്റെ നാട്ടിലെ പള്ളിയിൽ വരെ നിസ്കരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ കുട്ടീനെ അറിയുമ്പോലില്ല. എന്തേ, ഇവിടുന്ന് ബഹുമാനപ്പെട്ട ജവാദ് ബാക്കബേക്ക് അയച്ചെന്ന ആ നോട്ടീസ് കണ്ട, പോസ്റ്റർ കണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത് എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ബഹുമാനപ്പെട്ട മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ ആഹ്വാനം ചെയ്യാൻ ഈ കുട്ടിക്ക് വേണ്ടി മയ്യിദ് നിസ്കരിപ്പിക്കണോ? ഈ കുട്ടി 2 കൊല്ലം അള്ളാഹുവിന്റെ ദീന് പഠിച്ച മകളാണ്. അപ്പൊ അതിന് കിട്ടുന്ന കൂലിയാണ്. ഉമ്മമാരെ, ഇത് ഞമ്മക്കുള്ള കുട്ടിക്കും കിട്ടിക്കൂടെ? നമുക്കൊരു മനക്കേടും ഇല്ലാതെ കിട്ടുന്ന കാര്യമില്ലേ? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ നിസ്കാരം, നമ്മൾ ഖുർആനോത്ത്, നമ്മൾ ദിക്ർ ചെല്ലുന്നെന്ന് മാത്രമായില്ല, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ബഹുമാനപ്പെട്ട അസ്മാ റളിയല്ലാഹു അൻഹാ, ബഹുമാനപ്പെട്ട മഹദിയായിരിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഏട്ടത്തിയായിരിക്കുന്ന അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ, അസ്മാ ബീവിക്ക് 2 ആൺകുട്ടികളുണ്ടേനെ. 2 ആൺകുട്ടികളെ യുദ്ധം ചെയ്യാൻ വേണ്ടി പറഞ്ഞേച്ച് വാള് കൊടുത്തുകൊണ്ട് യുദ്ധം കഴിഞ്ഞുകൊണ്ട് നബിയും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞുകൊണ്ട് മദീനത്തെ പള്ളിയിലേക്ക് റാഹത്തോടെ തിരിച്ചു വന്നപ്പോ സുബ്ഹാന റബ്ബീന കുമാനോന വമുഹമ്മിദും വമുജന്ദറും വമുഹമ്മിദോ ദഅബി മുആദും ആഇദോ അബൂ ഹുദൈഫത അബ്ദുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. യുദ്ധം കഴിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് എത്തുകയാണ് 2 ആൺകുട്ടികളോ. ഉമ്മാനോട് പറയുന്ന ഉമ്മാ, യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു, റാഹത്തോടെ യുദ്ധം ചെയ്തിരിക്കുന്നു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമ്മാനെ കണ്ണ് നിറയുന്നു. വീട്ടിനകത്തേക്ക് ചെന്നുകൊണ്ട് കയ്യിൽ കടച്ചെടുക്ക വീട്ടിനകത്ത് ചെന്നുകൊണ്ട് അതാ ബഹുമാനപ്പെട്ട അസ്മാ ബീവി ചാട്ടവാറെടുക്കുന്നു. എന്നിട്ട് 2 മക്കളെയും അടിക്കാൻ തുടങ്ങി. കുട്ടികൾക്കും ശക്തമായിരിക്കുന്ന അടി കൊടുക്കുമ്പോ കുട്ടികൾ അങ്ങ് ചോദിക്കുന്ന ഉമ്മാ, എന്തിനാ ഞങ്ങളെ അടിക്കുന്നത് ഉമ്മാ? ഉമ്മ പറയുന്ന മക്കളെ, അല്ലാഹുവിന്റെ ദീനിന്റെ യുദ്ധം ചെയ്യാൻ നിങ്ങളെ പറഞ്ഞേച്ചപ്പോ നിങ്ങൾ ഷഹീദാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നോ? നിങ്ങളെങ്ങാനും നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് വരുമ്പോ എനിക്ക് എന്റെ റബ്ബിനോട് പറയാമായിരുന്നു, അല്ലാഹ്, എനിക്ക് നീ തന്ന 2 മക്കളെയോ നിന്റെ ദീനിന് വേണ്ടി പറഞ്ഞേച്ച പെണ്ണാണ് ഞാൻ, അല്ലാഹ്, ഈ 2 ശുഹദാക്കളെ പ്രസവിച്ച ഉമ്മയാണ്, അല്ലാഹ്, എന്നെ റബ്ബിനോട് എനിക്ക് പറയാമായിരുന്നില്ലേ? നിങ്ങൾ അവസരം നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചിരുന്ന അസ്മാ ബീബി അങ്ങ് എന്റെ ക്ലാസ് കേൾക്കുന്ന ഉമ്മമാരെ, എന്തെല്ലാം സംവിധാനങ്ങളാ! SLC കഴിഞ്ഞ പെൺകുട്ടികൾക്ക് നല്ലതായിരിക്കുന്ന വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനോ, അതോടുകൂടെ തന്നെയാണ് ഫലപരമായിരിക്കുന്ന വിജ്ഞാനം കൊടുക്കുന്നോ. നിങ്ങളെ കുട്ടികൾക്ക് +1 പരീക്ഷ +1 വിഷയത്തിൽ കുറവില്ല. +2 പഠിക്കുന്ന കാലത്ത് നിങ്ങൾ പൊന്നുമോൾ എവിടെയും തോൽക്കുന്നില്ല. അതോടുകൂടെ +1 പഠിക്കുന്ന കാലഘട്ടത്തില്, ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തില് ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ ബഹുമാനപ്പെട്ട വലിയ വലിയ പണ്ഡിതന്മാർ, സമസ്തയുടെ പണ്ഡിതന്മാർ പഠിച്ച് സംവിധാനിച്ചിരിക്കുന്ന ഒരു സിലബസാണ് ഫളീലാകം എന്ന് പറയുന്ന സിലബസ്. ആ സിലബസിലൂടെ നിങ്ങളെ കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ കലാമായിരിക്കുന്ന ഖുർആനിന്റെ അർത്ഥം പഠിപ്പിക്കുന്നു, ഖുർആനിന്റെ ആശയം പഠിപ്പിക്കുന്നു, പരിശുദ്ധമാകപ്പെട്ട ഫിഖ് പഠിപ്പിക്കുന്നു.
അഖീദ പഠിപ്പിക്കുന്നു, ചരിത്രം പഠിപ്പിക്കുന്നു, ഒരു പെൺകുട്ടി ഇങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നു, ആ പെൺകുട്ടിയോട് ഉമ്മയാരാണ് ഉപ്പയാരാണെന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ ഉന്നതമായിരിക്കുന്ന മതപരമായിരിക്കുന്ന വിജ്ഞാനം കരസ്ഥമാക്കുന്നു. നിങ്ങളെ മക്കൾക്ക് സമയത്തിന് നഷ്ടം വരുന്നില്ല. മറ്റുള്ള കുട്ടികൾ പഠിക്കുമ്പോൾ +1 +2 പഠിക്കുന്നു, അതോടുകൂടെ തന്നെ മതപരമായിരിക്കുന്ന വിജ്ഞാനങ്ങളോ ഈ കുട്ടികൾ കരസ്ഥമാക്കുമ്പോ മക്കളങ്ങ് മരണപ്പെട്ട പഠിക്കുന്ന കാലഘട്ടോ, നിങ്ങളെ കുട്ടികൾ ഡിഗ്രി പഠിച്ച് തീരുന്ന കാലഘട്ടമില്ലേ? അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങളാ കരസ്ഥമാക്കിയതെങ്കിൽ ഒരു ദിവസം അതാ നിങ്ങളെ പൊന്നുമോളെ പഠിക്കുന്ന ഇൽമിന്റെ കൂലിയില്ലേ? മൻസലക തുരീഖ യൽതമിസു ഫീഹി ഇൽമാ സഖലല്ലാഹു ലഹു തുരീഖം ഇലൽ ജന്നാ. ആരെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെ ദീന് പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിറങ്ങിയാൽ അയാളെ വെക്കുന്ന ഓരോ ചെരുപ്പടിക്കാലോ ആ ചെരുപ്പടിക്കാല് കൊണ്ടോ അയാളെ ചെലവഴിക്കുന്ന സമയം കൊണ്ട് സഖലല്ലാഹു ലഹു തുരീഖം ഇലൽ ജന്നാ, സ്വർഗ്ഗത്തിലേക്ക് എത്തേണ്ട മാർഗത്തെ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാ. 2 കൊല്ലം +2 കഴിയുമ്പോ കുട്ടിക്ക് കിട്ടുന്ന കൂലി എത്ര? 1 മണിക്കൂർ പഠിക്കുന്ന കുട്ടിക്ക് 60,000 റക്അത്തിനേക്കാൾ കൂലി. ഒരു കോളേജിൽ ഒരു ദിവസം കുട്ടി പഠിക്കുമ്പോ മാഷാ അല്ലാഹ് ലക്ഷക്കണക്കിന് റക്അത്തിനേക്കാൾ കൂലി കുട്ടിക്ക് ലഭിക്കുക. ഈ കൂലി കിട്ടാൻ കാരണക്കാരായി ആര് മാറി? ആ കുട്ടീനെ ഉമ്മയും ബാപ്പയും മാറിയാൽ ആ കുട്ടിനെ പഠിപ്പിക്കാനുള്ള ഫീസും കൊടുത്ത് കുട്ടിനെ കൊണ്ടുപോയി ചേർത്തി, മോളെ നിനക്ക് നല്ലതാണ്, എന്റെ കുട്ടിക്ക് ഒരു കുറവും വരൂല, അല്ലാഹുവിന്റെ ദീനും പഠിക്കാം, മതപരമായ വിജ്ഞാനം പഠിക്കാം, അതോടുകൂടെ ഭൗതികപരമായ വിദ്യാഭ്യാസം കിട്ടും മോളെ, നിനക്ക് ആഖിറത്തിൽ ഉപകരിക്കുമെന്ന് മക്കളോട് പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ ചിലപ്പം എന്തെങ്കിലുമൊക്കെ പറയും. 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ് കുട്ടികൾക്ക് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിന്റെ മൂല്യം മനസ്സിലാകുമ്പോ കുട്ടികൾ പിന്നെ പറയും, പടച്ചോനെ എന്റെ ഉമ്മാക്കും പാപ്പാക്കും സ്വർഗം കൊടുക്കണേ, അവരാണ് എന്നെ ഈ മാർഗത്തിലേക്ക് പറഞ്ഞത് എന്ന് ഈ കുട്ടികൾ നമുക്ക് വേണ്ടി ദ്വാരക്കും. അത് മതിയാകും. ഞാൻ ആഖിറത്തിലെത്തുമ്പോ എന്തേ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെയ്തു, എനിക്കൊരു മോളുണ്ടേനു പടച്ചോനെ, എനിക്കൊരു മകനുണ്ടായിരുന്നു, ഞാൻ ആ മോനെ ദർസിൽ പറഞ്ഞേച്ച്, കോളേജിൽ പറഞ്ഞേച്ച്, ഇൽമിന് വേണ്ടി പറഞ്ഞേച്ച്, എന്റെ മോളെ ഞാൻ ഈ മാർഗത്തിലേക്ക് പറഞ്ഞേച്ച് എന്ന് അല്ലാഹുവിനോട് പറഞ്ഞാൽ ആ ഉമ്മക്ക് രക്ഷപ്പെടാൻ അത് മാത്രം മതിയാകും. ഉമ്മമാരെ ശ്രദ്ധിക്കാം. കുട്ടികളെല്ലാം പഠിക്കും, കുട്ടികളെല്ലാം പഠിക്കും. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പഠിപ്പിക്കുന്ന സിസ്റ്റം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പല്ലേ? അപ്പൊ നമ്മളിത് കണ്ടതാ, ഒരിക്കലും നഷ്ടം വരൂല. മരണപ്പെടുവോളല്ലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. എന്നോടൊരു പള്ളിയിലെ ഖതീബ് ഉസ്താദ് ഒരു സങ്കടമൊക്കെ പറഞ്ഞു. എന്നോട് ഖതീബ് ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു, എന്നോട് പറഞ്ഞു, നിങ്ങൾ പ്രസംഗിക്കാതെ ഉപകരിക്കുമെന്ന് പറഞ്ഞു, നിങ്ങൾ പ്രസംഗിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തുന്ന നല്ലതാന്ന് പറഞ്ഞു. ആ ഖതീബ് ഉസ്താദ് പറയാ, ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലത്തിൽ ഒരു വലിയ പണക്കാരന്റെ മോനെ കല്യാണം ഉണ്ടായിരുന്നു. വലിയ സമ്പന്നന്റെ ഒരു മോനെ കല്യാണം. ആ കല്യാണത്തിന് വരാത്ത ആരും അധിക നേതാക്കന്മാരും കല്യാണത്തിൽ വന്നിട്ടുണ്ട്, മന്ത്രിമാര് വന്നിട്ടുണ്ട്, MLA വന്നിട്ടുണ്ട്. ആ സഹോദരന്റെ അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച കുറെ ഡോക്ടർമാർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരികൾ സഹോദരന്മാരൊക്കെ വന്ന് അടിപൊളി വലിയ ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള പന്തല്, ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടുള്ള ഭക്ഷണം, ഫുഡ് ഒക്കെ റെഡിയാ. കല്യാണത്തിന് ഞാൻ ചെന്നു, ഖതീബായി ഞാൻ ചെന്നു, പള്ളിയിൽ ഉസ്താദായി ഞാനും മദ്രസയിൽ ഉസ്താദുമാരും കൂടെ ഞാൻ ചെന്നു. എന്റെ ദർസിൽ എനിക്ക് 60 മുതഅല്ലിമീങ്ങൾ ഇവിടെ ഉണ്ട്, പള്ളിയിലുണ്ട്. എന്നെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ കല്യാണത്തിന്. പള്ളിയിലെ ഖതീബല്ലേ എന്നൊക്കെ വിളിച്ചതാ. പള്ളിയിൽ മദ്രസയിലെ ഉസ്താദുമാരും വിളിച്ചിട്ടുണ്ട്. എന്റെ കുട്ടികളെ വിളിച്ചിട്ടില്ല, കോട്ടെ വിളിക്കണ്ട.
ഇയാൾ പറയും, ഞാനിങ്ങനെ ആ കല്യാണത്തിന് വന്നപ്പോ അവിടെ മുഴുവൻ VIP-കളും വലിയ വലിയ സംവിധാനങ്ങൾ, VIP-ക്ക് പ്രത്യേക പരിഗണന, VIP-ക്ക് പ്രത്യേക ഭക്ഷണ കൗണ്ടർ ഒക്കെ സംവിധാനിച്ചിട്ടുണ്ട്. ഞാൻ വന്നപ്പോ ഞങ്ങൾ സ്ഥാപന്മാര് വന്ന് ഞങ്ങളെ മെയിൻ ചെയ്യാൻ ആളില്ല, സംസാരിക്കാൻ ആളില്ല. ഞങ്ങളിങ്ങനെ വന്നിരുന്നു, തിന്നോലും പറഞ്ഞു തിന്നു, ഞങ്ങൾ പോലും ചെയ്ത്. അല്ലാതെ ഞങ്ങൾക്കൊരു പരിഗണന ഒരു കാര്യങ്ങളും ഇല്ല. കിട്ടും വേണ്ട, കിട്ടിയിട്ടില്ല. ഇയാൾ പറയാം, കിട്ടാത്ത സങ്കടം ഞാൻ പറയില്ല എന്ന് പറഞ്ഞോട് പറയാം. ആ മനുഷ്യൻ, ആ പുതിയാപ്പള അന്ന് 11 മണിക്കാ നിക്കാഹിന് ഇറങ്ങിയത്. നിക്കാഹൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു, കല്യാണ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ്, പുതുക്കം വന്നു, എല്ലാം കഴിഞ്ഞ് രാത്രി ആ സഹോദരൻ വീട്ടിന്റെ അകത്ത് ബെഡ്റൂമിൽ കിടന്നുറങ്ങുമ്പോ സുബ്ഹാന റബ്ബി, ഉമ്മമാരുപ്പമാരെ മറക്കല്ല, ആ പുതിയാപ്പള പതിരാ സമയത്ത് മരണപ്പെട്ടു പോയി. മരണമായിരുന്നോ അറ്റാക്ക് വന്നിട്ടാണ് മരണപ്പെട്ടു പോകുന്നോ? മരിച്ചിരിക്കുന്ന പുതിയാപ്പള MBBS കഴിഞ്ഞിരിക്കുന്ന ഡോക്ടറാ, അയാള് കല്യാണം കഴിച്ചിരിക്കുന്ന പെണ്ണും ഡോക്ടറായിരുന്നോ? എല്ലാവർക്കും സങ്കടമാകുന്ന മരണ വാർത്ത. ഇന്നലെ പുതിയാപ്പടിയാകിരുന്ന ഇന്ന് മരണപ്പെട്ട മയ്യത്തായിരിക്കുമ്പോ അർദ്ധരാത്രി മരണപ്പെടുന്ന രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞാ പിന്നെ മൊബൈലിലേക്ക് നോക്കുമ്പോ എല്ലാരും പറഞ്ഞിരിക്കുന്ന, എല്ലാരും വെച്ചിരിക്കുന്ന സ്റ്റാറ്റസിനാളിനാള് മരണപ്പെട്ടിരുന്ന പള്ളിയിലേക്ക് അവർ വരുന്ന എന്നെ വിളിക്കുന്നു, ഉസ്താദേ എന്റെ മോനെ മരണപ്പെട്ടിരിക്കുന്നു, സ്ഥലം കാണിക്കാമെന്നതാ. തലേ ദിവസം രാവിലെ 11 മണിക്ക് പുതിയാപ്പട ഇറങ്ങിയിരിക്കുന്ന മനുഷ്യനില്ലേ, അതേ പന്തലിലെ അന്നതാ പിറ്റേ ദിവസം പന്തലിന് ഡെക്കറേഷനുകളൊക്കെ ഒഴിവാക്കിയിരിക്കുന്നു. മരിച്ച വീടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ലൈറ്റുകളും ഡെക്കറേഷനുകളും ഒഴിവാക്കിയിരിക്കുന്നു. ഇന്നലെ വന്നിരിക്കുന്ന എല്ലാവരും ഇന്ന് മയ്യത്തിലേക്ക് മരണപ്പെട്ട വീട്ടിലേക്ക് എത്തിയിരിക്കുകയാ. ഇന്നലെ ഞങ്ങൾ വന്നപ്പോ ഞങ്ങൾ ആരും മിണ്ടിയിട്ടില്ല, ഞങ്ങളോടൊന്ന് വർത്തമാനം പറയാൻ പോലും തയ്യാറായിരുന്നില്ല. പിറ്റേ ദിവസം അതേ വീട്ടിലേക്ക് അതേ പൊന്നുമോനെ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഞാനും മദ്രസയിലെ ഉസ്താദുമാര് വന്നപ്പോ പരിഗണന, ഇന്ന് ഞങ്ങൾക്ക് പരിഗണന. വലിയ കിട്ടിയിരിക്കുന്ന പരിഗണന ഇന്ന് പള്ളിയിലെ ഉസ്താദായിരിക്കുന്ന എനിക്കാ. അവിടെ ചെന്നിരുന്നു, ഞാൻ ഫാത്തിഹ ഓതുന്നു, യാസീൻ ഓതിക്കൊണ്ട് ദുആർക്കുമ്പോ ഇന്നലെ പുതിയാപ്പട ഇറങ്ങുന്ന സമയത്ത് ദുആർക്കട്ടെ എന്ന് ദുആ ചെയ്യണ്ടേ എന്ന് പുതിയാപ്പടന്റെ വല്യപ്പ പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ ഉപ്പയില്ലേ. ഇന്നത്തെ ദിവസം മരണപ്പെട്ട മയ്യത്തിന് വേണ്ടി ദുആർക്കുന്ന ടൈമില് അയാളെ കണ്ണുനീരോടെയാണ് ആമീൻ എന്ന് പറയുന്നത്. ഇന്നലെ പുതിയാപ്പട ഇറങ്ങുന്ന സമയം 11 മണിയാണെങ്കിൽ അതേ 11 മണിക്ക് പിറ്റേ ദിവസം ആ ചെറുപ്പക്കാരന്റെ മയ്യിത്തതാ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നു. ഇന്നലെ കൊണ്ടുപോകുന്ന സമയത്ത് ഡാൻസും പാട്ടും കൂത്തുമാണെങ്കിൽ ഇന്നവിടെ പാടാൻ ആളില്ല, ഡാൻസ് കളിക്കാൻ ആളില്ല, അതുപോലെ തന്നെയാണ് പടക്കം പൊട്ടിക്കാൻ ആളില്ല. എല്ലാരെ കണ്ണും നിറഞ്ഞുകൊണ്ട് മയ്യത്ത് വീട്ടിൽ നടക്കുമ്പോ അന്ന് ഞാൻ ദുആർക്കുന്ന ദുആക്കാണ് എല്ലാരും ആമീൻ പറയുന്നത്. എല്ലാരും ഞാൻ പറയുന്ന പ്രാർത്ഥനക്ക് ആമീൻ പറയുകയാ. ഇന്നലെ വന്ന വീട്ടിൽ എന്നെ മൈൻഡ് ചെയ്യാത്തവര് ഇന്നതാ എന്റെ കൈ പിടിച്ചുകൊണ്ട് ദുആർക്കണമെന്ന് പറയുന്നു. സുബ്ഹാന റബ്ബി. പള്ളിയിൽ കൊണ്ടുപോയി വെക്കുന്നു, നിസ്കാരം കഴിയുന്നു, ഖബറടക്കം കഴിയുന്നു, എല്ലാ
പണിയും കഴിഞ്ഞുകൊണ്ട് ഈ മരണപ്പെട്ട പിതാവിന്റെ ഉപ്പ എന്റെ വീട്ടിൽ പോയി പള്ളിന്റെ എന്റെ റൂമിലേക്ക് വന്നോ. എന്നിട്ട് എന്നോട് പറയും, ഉസ്താദേ എന്റെ മോനെ വേണ്ടി ദുആ ചെയ്യണേ, എന്റെ മോനെ വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിട്ട് പറയുന്ന, മോൻ ഇന്ന് മരണപ്പെട്ടില്ലേ, അവന്റെ 7ാമത്തെ ദിവസം ഇന്ന ദിവസമാണ് വരിക. ണമല്ലോ എല്ലാരും വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉസ്താദേ നിങ്ങൾ വരണോ, ദുആക്കാൻ നിങ്ങൾ 10-10:30 മണിയാകുമ്പോൾ എത്തണേ. പോകുന്ന സമയത്ത് അയാള് മുതഅല്ലിമീങ്ങളെ നോക്കിക്കൊണ്ട് 60 വിദ്യാർത്ഥികൾ പള്ളിയിലുണ്ട്. ആ 60 മുതഅല്ലിമീങ്ങളെയോ എന്റെ വീട്ടിൽ കൊണ്ടുവരണേ. വരെ വിളിച്ചിട്ടില്ല, കല്യാണത്തിന് വിളിച്ചിട്ടില്ല. പിറ്റേ ദിവസം മരണപ്പെട്ട വീട്ടിലേക്കില്ലേ ആ പരിപാടിക്ക് മുതഅല്ലിമീങ്ങളെ വിളിക്കുമ്പോ, എന്തേ എന്റെ മോന് ലോകത്തോടെ വിട പറഞ്ഞിരിക്കുന്നു, ഇനി മുതഅല്ലിമീങ്ങളെ ദുആ എന്റെ മോനെ ഖബർ കിട്ടട്ടെ എന്ന് കരുതിയിട്ടാ ഇന്നലത്തെ കല്യാണത്തിന് വിളിച്ചിട്ടില്ലെങ്കിലോ സഹോദരൻ ഈ പള്ളിയിലെ ഖതീബ് ഉസ്താദ് എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ എന്റെ ഉമ്മമാരോട് ഉപ്പമാരോട് പറയട്ടെ, ഈ ചെറുപ്പക്കാരൻ ഒരുപാട് പഠിച്ചിരുന്നോ, 3 കൊല്ലമാണ് MBBS സീറ്റ് കിട്ടാൻ നീറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. അങ്ങനെ കിട്ടിയിരിക്കുന്ന സീറ്റാ. 6 കൊല്ലം MBBS പഠിച്ചിരിക്കുന്നു. മുഅ്മിനീങ്ങളെ 3 കൊല്ലം കൂട്ടി 9 കൊല്ലം പഠിച്ചിട്ടുണ്ട്. ഒരുപാട് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ട്, ഒരുപാട് അംഗീകാരം വാങ്ങിയിട്ടുണ്ട്. എന്നാ ദുനിയാവൊന്ന് വിട പറഞ്ഞ് പള്ളിപ്പറമ്പിലേക്ക് പോകുമ്പോ ചെറുപ്പക്കാരൻ ഒരു സർട്ടിഫിക്കറ്റും കൊണ്ടുപോയിട്ടില്ല. അദ്ദേഹം പഠിച്ച ഒരൊറ്റ ഒന്നും കൊണ്ടുപോയിട്ടില്ല. ഖബറിലേക്ക് എത്തുന്ന ഒരേ ഒരു കാര്യോ ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്ത നന്മയാ. അദ്ദേഹം ആഖിറത്തിന് വേണ്ടി എന്തെങ്കിലും പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അതവന്റെ ഖബറാകുന്ന വീട്ടിലേക്ക് എത്തുന്നതാ. അതുകൊണ്ട് ഉമ്മമാരോട് പറയട്ടെ, ഭൗതികം പഠിക്കണ്ടാകും, നല്ല ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, എല്ലാം പഠിക്കണോ. അതോടുകൂടെ അല്ലാഹുവിന്റെ ദീനെ പഠിക്കാനുള്ള ചിന്തയും നമ്മളെ കൽബിന്റെ അകത്ത് വേണേ. നിസ്കാരത്തിന്റെ ശർത്തറിയണേ, നിസ്കാരത്തിന്റെ ഫർദറിയണേ, ഖുർആൻ ഓതുന്നു, ഖുർആനിന്റെ അർത്ഥം അറിയണേ. അതുകൊണ്ട് ഫളീല എന്ന് പറയുന്ന കോഴ്സുകളൊക്കെ ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കന്മാർ ഈ പുണ്യമാകപ്പെട്ട നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലാഹുവിന്റെ ദീൻ നമ്മളെ കുട്ടികൾക്ക് പഠിക്കാനാകിരുന്നോ. എന്ന് പറയുന്ന കോളേജ് ബഹുമാനപ്പെട്ട ഉസ്താദുമാരോ ബഹുമാനപ്പെട്ട ഈ മഹല്ല് കമ്മിറ്റിക്കാരും കൂടെ നടത്തുന്നത് എന്റെ നാട്ടിൽ എന്റെ പെൺകുട്ടിനെ പഠിപ്പിക്കാ സംവിധാനം എന്റെ നാട്ടിന്റെ അകത്ത് ഉണ്ടായിരുന്നില്ല എന്ന് ഒരാള് പറയാതിരിക്കാനാ. സംവിധാനങ്ങൾ കണ്ടിട്ട് കേട്ടിട്ട് നമ്മള് അറിഞ്ഞിട്ടില്ല എന്ന് വെച്ചാ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ ومحمد ومجمر ومحمد ذهبي معاذ عائد أبو حذيفة عبد الله لا إله إلا الله لا إله إلا الله محمد رسول الله. അള്ളാഹുദാന്റെ മുമ്പിലേക്ക് എത്തും. കുറച്ചോനെ രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിച്ചു. ഈ ഫർസാൻ എന്ന് പറയുന്ന കുട്ടി മരിച്ചപ്പം ആ കുട്ടിയുടെ ഉമ്മാക്കും ബാപ്പാക്കും കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം ഈ സ്ഥാപനത്തിൽ പഠിച്ചു എന്നതായിരിക്കും. കാരണം എന്താ, ഇവിടെ പഠിച്ചിട്ടില്ലെങ്കിൽ സാധാരണ എത്ര +1 +2 പഠിക്കുന്ന കുട്ടികൾ മരിക്കുന്നുണ്ട്. ആരാ ഓർക്കാറ്, ആരാ പറയാറ്, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അന്നൊരു ദിവസം സ്കരിച്ച് ദ്വാരന്ന് പിരിയാന്നല്ലാതെ വേറെ സ്ഥലത്ത് ആ കുട്ടിനെ കുറിച്ച് പറയും.
ബഹുമാനപ്പെട്ട ജവാദ് വാക്കവിന്റെ നാട്ടിൽ ഞാൻ ശനിയാഴ്ച ക്ലാസ്സിന് പോയപ്പോൾ ബഹുമാനപ്പെട്ട പറഞ്ഞു ആ കുട്ടിക്ക് വേണ്ടി ദ്വാരക്കണം. അവിടെ കൂടിയിരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും ഈ കുട്ടിനെ അറിയുമോ പോലുമില്ല ആ അവിടെ കൂടിയ ആൾക്കാർ. പക്ഷെ എന്തുകൊണ്ടാണ് ആ പ്രാർത്ഥന ആ കുട്ടിക്ക് ലഭിച്ചത്? ഇതുപോലത്തെ ഒരു സ്ഥാപനത്തിൽ പഠിച്ചു എന്നതുകൊണ്ട് മാത്രം. അത് ബഹുമാനപ്പെട്ടവർക്ക് ആ കുട്ടി കിട്ടാതെ കാരണം അള്ളാഹ് ബോധിപ്പിക്കണം. ഒരു നന്മ ചെയ്യാതെ തൗഫീഖും അള്ളാഹ് കൊടുത്താലേ കഴിയുള്ളൂ. അപ്പൊ ആ കുട്ടിക്ക് ദ്വാരക്കണമെന്ന് ബഹുമാനപ്പെട്ട ജവാദ് വാക്കവിക്ക് പറയാൻ തോന്നിപ്പിച്ചു കൊടുത്തത് അള്ളാഹുവാണ്. അതെന്തുകൊണ്ട് തോന്നിപ്പിച്ചു കൊടുത്തു? ആ കുട്ടി ദീനി തെരഞ്ഞെടുത്തു, ഇൽമ് തെരഞ്ഞെടുത്തു. 2 കൊല്ലം അല്ലെങ്കിൽ ഇത്ര കാലം ആ ഇൽമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചതിന്റെ അള്ളാഹു താൻ ആഖിറത്ത് കൊടുക്കുന്ന നേട്ടാണത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മളെ മക്കളൊക്കെ ഈ മാർഗത്തിലേക്ക് പറഞ്ഞേക്കാൻ സാധിക്കും. അത് രക്ഷിതാക്കന്മാരോട് എത്ര വേണ്ട പറഞ്ഞാൽ ചില തലേക്കാൻ കയറുന്നില്ല. കയറാത്തത് നിങ്ങൾക്ക് എന്തോ അറിയില്ല. അത് നിങ്ങൾ അതിനെ കുറിച്ച് നല്ലോണം ചിന്തിക്കുക. കാരണം ദുന്യാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പോലെ കലാകാലം കിട്ടുമെന്ന് കരുതണ്ട. അള്ളാഹുവിന്റെ ഖുർആനകത്ത് എല്ലാ സ്ഥലത്തും അള്ളാഹ് പറഞ്ഞ ഒരേ ഒരു വാക്ക് വൽ ആഖിറത്തു ഖൈറും വഅബ്ഖ. നിങ്ങൾക്ക് ബാക്കി ആഖിറാണ്, നല്ലതും ആഖിറാണ്. പക്ഷേ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾക്ക് ദുനിയാവ് മതി. ആഖിറ നല്ലത്, ആഖിറാണ് ബാക്കി നല്ല പലവട്ടം പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് ദുനിയാവിനോട് താല്പര്യം. എന്താ ചെയ്യാ? അപ്പൊ എല്ലാ ഉമ്മമാരും സഹോദരിമാരും ഈ കാര്യം ഗൗരവത്തോടെ മനസ്സിലാക്കണോ. ഞാൻ ആ കുട്ടി മരണപ്പെട്ടപ്പോൾ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് കിട്ടിയ നന്മ അങ്ങനെയാ. എനിക്ക് പരിചയമുള്ള മഞ്ചേരി ഭാഗത്തുള്ളൊരു ഇതുപോലത്തെ ഒരു പെൺകുട്ടി മരണപ്പെട്ടു. ആ കുട്ടിന്റെ ബാപ്പന്റെ കയ്യും പിടിച്ച് പൊട്ടിക്കരഞ്ഞോട് പറഞ്ഞ വാക്കുണ്ട്, ഉസ്താദേ എന്റെ മോള് ഫദീല പൂർത്തിയാക്കിയത് 5 കൊല്ലം പഠിച്ചു. അവിടെ ഒരു സ്ഥാപനം എനിക്കറിയില്ല, ഏതായാലും പഠിച്ചു. പഠനം പൂർത്തിയാക്കി എന്റെ മോക്ക് ഒരു രോഗം വന്ന് എന്റെ മോള് മരിച്ചു. മരണപ്പെട്ട സമയത്ത് എന്റെ മോക്ക് വേണ്ടി ആ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടികൾ മുഴുവൻ കൂടിയിട്ട് ഒരുപാട് ഖത്മുകൾ ഓതി. ആ കുട്ടികൾ എല്ലാവരും കൂടെ ഖുർആൻ ഓതി എന്റെ മോക്ക് അതേ ചെയ്യാൻ, എന്റെ മോക്ക് ദിക്ർ ചെയ്യാൻ, എന്റെ മോക്ക് വേണ്ടി ആ സ്ഥാപനത്തിൽ പഠിപ്പിച്ച ഉസ്താദുമാര് എല്ലാരും വന്ന് എന്റെ വീട്ടിൽ വന്ന് ദ്വാരപ്പിച്ചു. അപ്പൊ ഇയാള് പറയാ എന്റെ സങ്കടം തോന്നുന്നു ഉസ്താദേ, എന്റെ മോളെ അവിടെ പഠിപ്പിക്കാൻ വേണ്ടി എന്റെ മോള് ഞാൻ ഇന്ന സ്ഥലത്ത് പഠിക്കാൻ പോകുകയാണെന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാൻ അവളെ എതിർത്തു. അതൊന്നും വേണ്ട, സാധാരണ എല്ലാവരും പഠിക്കും പോലെ പഠിച്ചാൽ മതി, അവിടെ ഒന്നും പോയി പഠിക്കണ്ട, പർദ്ദക്കെട്ട് ആ മക്കനെ കുത്തി പഠിക്കുന്ന എനിക്കിഷ്ടമില്ലാന്ന് ഞാൻ ഓളോട് പറഞ്ഞു. പക്ഷെ ഓളിനോട് പറഞ്ഞുപ്പാ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലെന്നല്ല, എനിക്ക് അവിടെ തന്നെ പഠിക്കണം, അതെന്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ഒരു പൂതിയാണെന്ന് പറഞ്ഞ് ഓള് പൊട്ടി കരഞ്ഞപ്പോ അവളും എന്റെ ഭാര്യയുടെയും നിർബന്ധത്തിന് വേണ്ടിയിട്ടാണ് അവിടെ പഠിപ്പിച്ചത്. പക്ഷെ ഒരു ദിവസം ഒരു മാസം പോലും ഞാൻ ആ കുട്ടി എന്റെ മോൾ പഠിക്കുമ്പോ ഫീസ് കൊടുത്തിട്ടില്ല. അവസാനം അവൾക്കുള്ള ഫീസ് കൊടുത്തത് എന്റെ ഭാര്യയുടെ ആങ്ങള, അവൾ അമ്മാവന. അവൻ അമ്മാവന് ദീനിബോധമുള്ള മനുഷ്യനേനി. അയാൾ പറഞ്ഞു ഞാൻ കൊടുത്തോളാം, നിങ്ങൾ കൊടുക്കണ്ട, അവളെ പൂതിയില്ലേ, അവൾ പഠിച്ചോട്ടെ. സുബ്ഹാനല്ലാഹ്, കുട്ടി മരണപ്പെട്ടു. കുട്ടിക്ക് അങ്ങോട്ട് ആഖിറത്തിലേക്കുള്ള നന്മ കിട്ടിയപ്പോൾ ഉസ്താദേ എനിക്ക് വല്ലാത്ത കുറ്റബോധം, വല്ലാത്ത സങ്കടം, വല്ലാത്ത വേദന. നാളെ മഹ്ശറേക്ക് വരുമ്പോ ഞാൻ ആ ഫീസ് കൊടുത്തിരുന്നു, എനിക്ക് എന്റെ മോള് പർച്ചോട് പറയാനോ റബ്ബേ, എന്റെ മോളെ ഞാൻ 5 കൊല്ലം പഠിപ്പിക്കാൻ ഫീസ് കൊടുത്തിരുന്നെങ്കിൽ പറയാമായിരുന്നല്ലോ. എനിക്ക് കിട്ടിയ നഷ്ടം ദുനിയാവിൽ ഇതെങ്ങനെ നികത്താനാണെന്ന് പറഞ്ഞ് മഞ്ചേരിക്കാരനായിരിക്കുന്ന ഒരാൾ കണ്ണെന്ന് കണ്ണീര് വന്ന് പൊട്ടിക്കരഞ്ഞ് ഒരാളിനോട് പറഞ്ഞപ്പോ ഇത് ഇന്ന് രക്ഷിതാക്കന്മാർക്കിടയിൽ ചിലപ്പോ കുട്ടിക്ക് താല്പര്യം ഉണ്ടാകും, പക്ഷെ ബാപ്പാക്ക് ഇഷ്ടം ഉണ്ടാവൂല. ചിലപ്പോ ഉപ്പാക്ക് ഇഷ്ടം ഉണ്ടാകും, ഉമ്മാക്ക് ഇഷ്ടം ഉണ്ടാവൂല. ചിലപ്പോ ഉമ്മാക്കും ബാപ്പാക്കും ഇഷ്ടം ഉണ്ടാവും, കുട്ടിയേക്ക് ഇഷ്ടം ഉണ്ടാവൂല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇതൊക്കെ നമ്മൾ മറികടന്ന് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, എല്ലാവർക്കും മരണമുണ്ട്. മരിച്ചു കഴിഞ്ഞാലുള്ള ലോകവും നമ്മൾ മറക്കരുത്. ദുനിയാവിന്റെ ആ ഭാവി മാത്രമല്ല നോക്കേണ്ടത്, ആഖിറത്തിന്റെ ഭാവിയും നമ്മൾ ഓരോരുത്തരും നോക്കണമെന്ന് പ്രത്യേകം എന്റെ രക്ഷിതാക്കന്മാരെ, ഉമ്മമാരെ, ഉപ്പമാരെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മളെ മക്കൾക്കെല്ലാം അത്
അതുപോലെ തന്നെ ഈ നാട്ടിൽ ഈ സ്ഥാപനത്തിൽ പഠനം നടത്തി മരണപ്പെട്ടു പോയ ഫർസാന എന്ന് പറയുന്ന ആ കുട്ടിയുടെ ഖബറും എത്തിച്ചു കൊടുക്കും അല്ലാഹ്. എന്റെ പേരെ ഖബറും നീ സ്വർഗമാക്കി കൊടുക്കും അല്ലാഹ്. അല്ലാഹുവേ, ഫർസാന എന്ന് പറയുന്ന പൊന്നുമോൾ ഇവിടെ പഠിച്ച പെൺകുട്ടിയായിരുന്നു അല്ലാഹ്. അല്ലാഹുവേ, സ്ഥാപനത്തിൽ പഠിച്ച പെണ്ണായിരുന്നു റബ്ബേ, ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ കൂലി എത്തിച്ചു കൊടുക്കും അല്ലാഹ്. ഈ ദിക്റിന്റെ കൂലി എത്തിച്ചു കൊടുക്കും അല്ലാഹ്. അല്ലാഹുവേ, മൈമൂനി എന്ന് പറയുന്ന സഹോദരേ, ഈ മജ്ലിസിൽ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഉമ്മയായിരുന്നു അല്ലാഹ്. അവരെ ഖബറിലേക്ക് ഞങ്ങൾ ഓതിയിരിക്കുന്ന ദിക്റിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, എന്റെ പേര് ഖബറും നീ സ്വർഗമാക്കി കൊടുക്കും അല്ലാഹ്. ാക്കി കൊടുക്കും അല്ലാഹ്. സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കും അല്ലാഹ്. സ്വർഗ്ഗത്തിന്റെ കവാടം ഖബറിലേക്ക് തുറന്നു കൊടുക്കും അല്ലാഹ്. അല്ലാഹുവേ, ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും ഖബറാകുന്ന വീട്ടിന്റെ അകത്തവർക്ക് നേരം പോകെ കിട്ടുന്ന അമലാക്കണം അല്ലാഹ്. ജീവിതകാലത്ത് വല്ല തെറ്റുകളും വല്ല കുറ്റങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാരും അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുമ്പോ നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കും അല്ലാഹ്. മഗ്ഫിറത്ത് മർഹമത്ത് നൽകും അല്ലാഹ്. ഖബറിടം സ്വർഗമാക്കി കൊടുക്കും അല്ലാഹ്. വിശാലമാക്കി കൊടുക്കും അല്ലാഹ്. സ്വർഗത്തിന്റെ കവാടം അവരെ ഖബറിലേക്ക് തുറന്നു കൊടുക്കും അല്ലാഹ്. എന്റെ പേര് ഖബറും ഞങ്ങൾ ഓതിയിരിക്കുന്ന ദിക്റിന്റെ സവാബ് കൊണ്ട് ഖബറിടം പ്രകാശിപ്പിക്കണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക.